+2 പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം തൊഴിൽ സാധ്യത രൂപപ്പെടുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നഴ്സിംഗ് മേഖല. എക്കാലത്തും തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് നഴ്സിംഗ്. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും വിദേശത്തുമൊക്കെ ഒരുപാട് അവസരങ്ങൾ ദിനംപ്രതി ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു +2 പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏതൊക്കെ നഴ്സിംഗ് കോഴ്സുകളാണ് തുടർ പഠനത്തിനായി തിരഞ്ഞെടുക്കാവുന്നത്? 3 വർഷം ദൈർഘ്യമുള്ള ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുണ്ട്. അതുപോലെ തന്നെ 3 വർഷം ദൈർഘ്യമുള്ള ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സും ഇന്ന് ലഭ്യമാണ്. ഉന്നത പഠനത്തിന് നഴ്സിംഗ് അടിസ്ഥാന കോഴ്സിന് ശേഷം പോകണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് ചിന്തിക്കാവുന്നതാണ്. ജനറൽ നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം തുടർന്ന് ഒരു ബിരുദം സമ്പാദിക്കണം എന്ന താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന കോഴ്സും ലഭ്യമാണ്. അപ്പോൾ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ പരിശോധിക്കേണ്ടത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഈ കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിനും കോഴ്സിനും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ കൂടി നമുക്കൊരു തൊഴിലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉന്നത പഠനത്തിനെക്കുറിച്ചോ ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. പൊതുവെ നഴ്സിംഗ് കോഴ്സുകൾ നമുക്ക് സംസ്ഥാന തലങ്ങളിലാണ് കൂടുതലും പ്രവേശനം നൽകി വരുന്നത്. പക്ഷേ അടുത്ത കാലത്തായി ദേശീയ തലത്തിൽ ചില അഡ്മിഷൻസ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വഴി BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ BSc ഓണേഴ്സ് നഴ്സിംഗ് കോഴ്സുകളിലേക്ക് നടത്തി വരുന്നുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ NEET UG എന്ന പരീക്ഷ യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് നഴ്സിംഗ് കോഴ്സുകൾക്ക് അപേക്ഷിക്കുവാൻ ദേശീയ തലത്തിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വഴി അവസരം ലഭിക്കുന്നത്. മിതമായ ഫീസിൽ പഠിക്കാവുന്ന ചില ദേശീയ സ്ഥാപനങ്ങളാണ് എല്ലാ വർഷവും ഈ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ നഴ്സിംഗ് അഡ്മിഷൻസ് പ്രക്രിയയിൽ പങ്കെടുക്കാറുള്ളത്. 2023 7 കോളേജുകൾ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ നഴ്സിംഗ് അഡ്മിഷൻസിൽ പങ്കെടുത്തു. അത് ന്യൂഡൽഹി അഹില്യാബായി കോളേജ് ഓഫ് നഴ്സിംഗ്, ന്യൂഡൽഹിയിലെ തന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹി, RAK കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹി, കോളേജ് ഓഫ് നഴ്സിംഗ് സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി, കൂടാതെ വാരണാസിയിലെ കോളേജ് ഓഫ് നഴ്സിംഗ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഒരു കോളേജാണിത്. അപ്പോൾ ഈ കോളേജുകളൊക്കെയാണ് 2023 MCC നഴ്സിംഗ് പ്രവേശനത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ 2024 പ്രവേശനവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വിജ്ഞാപനം വരുമ്പോൾ ഈ വർഷം ഈ പ്രക്രിയയിൽ ഏതൊക്കെ കോളേജുകൾ ഉൾപ്പെടും എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ 2024 ഈ സ്ഥാപനങ്ങളിലൊക്കെ പ്രവേശനം വേണമെങ്കിൽ വിദ്യാർത്ഥി NEET UG പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് യോഗ്യത നേടേണ്ടതുണ്ട്. യോഗ്യത നേടിയ ശേഷം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് വിദ്യാർത്ഥികൾ ആ പ്രക്രിയയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യം കാട്ടേണ്ടതാണ്. നഴ്സിംഗ് കോഴ്സുകൾക്ക് പെൺകുട്ടികൾക്ക് അവസരം ഒരുക്കുന്ന മറ്റൊരു പ്രവേശന സംവിധാനമാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ BSc നഴ്സിംഗ് പ്രവേശനം. ഏതാണ്ട് 6 കോളേജുകളിലായി ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ കീഴിലുള്ള 6 കോളേജുകളിലായി പൂന, കൽക്കട്ട, ബോംബെ, ന്യൂഡൽഹി, ലക്നൗ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായി ഏതാണ്ട് 220 നഴ്സിംഗ് സീറ്റുകളാണ് BSc നഴ്സിംഗ് സീറ്റുകളാണ് ഈ പ്രക്രിയ വഴി നികത്തപ്പെടുന്നത്. 2023 ഈ പ്രക്രിയയിലെ പ്രവേശനത്തിനുള്ള വ്യവസ്ഥകൾ പരിശോധിച്ചാൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. അവിവാഹിതരായ പെൺകുട്ടികൾക്കാണ് പ്രവേശനം. അതുകൂടാതെ ഡൈവോഴ്സ്ഡ്, ലീഗലി സെപ്പറേറ്റഡ് അല്ലെങ്കിൽ വിഡോ വിത്തൗട്ട് എൻകംബ്രൻസസ് ഈ വിഭാഗത്തിൽപ്പെടുന്ന വനിതകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാമായിരുന്നു.
പ്രായവ്യവസ്ഥയുണ്ട്. 17-നും 25-നും ഇടയ്ക്കായിരിക്കണം അപേക്ഷാർത്ഥിയുടെ പ്രായം. +2 പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ ജയിച്ചിരിക്കണം എന്ന ഒരു വ്യവസ്ഥയുണ്ട്. പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജിയിൽ ബോട്ടണിയും സുവോളജിയും ഉൾപ്പെടും. കൂടാതെ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. മൊത്തം +2 തലത്തിൽ 50% മാർക്ക് വിദ്യാർത്ഥിനി നേടിയിരിക്കണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് UG യോഗ്യത നേടിയിരിക്കുകയും വേണ്ടതാണ്. ഈ റിസൾട്ട് വന്ന ശേഷം അല്ലെങ്കിൽ ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ആർമി ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും. ആ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ആർമിയിലേക്ക് അല്ലെങ്കിൽ joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി ഈ പ്രവേശനത്തിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥിനികൾ അവിടേക്ക് അപേക്ഷിക്കേണ്ടതാണ്. നീറ്റ് UG സ്കോർ അടിസ്ഥാനമാക്കി അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാം ഘട്ടത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ് എന്ന ഒരു പരീക്ഷ വിദ്യാർത്ഥി അഭിമുഖീകരിക്കണം. അത് നടത്തുന്നത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് ആയിരിക്കും. കൂടാതെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, മെഡിക്കൽ ഫിറ്റ്നസ് എന്നിവയൊക്കെ വിദ്യാർത്ഥി അഭിമുഖീകരിക്കേണ്ട ആവശ്യമുണ്ട്. നീറ്റ് UGയുടെ സ്കോർ യഥാസമയം അപ്ലോഡ് ചെയ്യുവാൻ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 മാർക്ക് വീതമുള്ള 40 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ അടങ്ങുന്നതാണ് TOGIGE എന്ന പരീക്ഷ. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണിത്. ഉത്തരം തെറ്റിയാൽ 1/2 മാർക്ക് വീതം നഷ്ടപ്പെടുകയും ചെയ്യും. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ഒരു ക്വാളിഫയിങ് പരീക്ഷ മാത്രമാണ്. അതിൻ്റെ സ്കോർ അന്തിമ മെറിറ്റ് പട്ടിക തയ്യാറാക്കാൻ പരിഗണിക്കുന്നതല്ല. ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൽ, മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ കമ്മീഷൻ റാങ്കോടുകൂടി നിയമനം കിട്ടുന്നതാണ്. പരിശീലന കാലത്ത് ഒരുപാട് ഇളവുകൾ അല്ലെങ്കിൽ സൗജന്യങ്ങൾ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതാണ്. തികച്ചും സൗജന്യമായി പഠിച്ച് വിദ്യാർത്ഥിക്ക് ജോലി നേടുവാൻ അവസരം ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിലെ BSc നഴ്സിംഗ് പ്രോഗ്രാം. BSc നഴ്സിംഗ് പ്രവേശനം നടത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ ജിപ്മർ എന്ന പുതുച്ചേരിയിലെ സ്ഥാപനം. അവിടെ BSc നഴ്സിംഗ് അഡ്മിഷൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ നീറ്റ് UG ഏത് വർഷമാണോ പ്രവേശനം തേടുന്നത് ആ വർഷത്തെ നീറ്റ് UG യോഗ്യത നേടേണ്ട ആവശ്യമുണ്ട്. തുടർന്ന് ജിപ്മർ അപേക്ഷ വിളിക്കുമ്പോൾ വിദ്യാർത്ഥി അപേക്ഷ സമർപ്പിച്ച് ആ പ്രവേശന പ്രക്രിയയിൽ പങ്കെടുക്കുകയും വേണ്ടതാണ്. വളരെ മിതമായ ഫീസിൽ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുവാൻ ഇവിടെ അവസരമുണ്ട്. പ്രതിവർഷ അക്കാഡമിക് ഫീസ് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് വെറും 1200 രൂപ മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. എയിംസിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ 2023 ഏതാണ്ട് 14 കേന്ദ്രങ്ങൾ ഡൽഹി, ബഠിൻഡ, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ദിയോഘർ, ഗോരഖ്പൂർ, ജോധ്പൂർ, കല്യാണി, നാഗ്പൂർ, മംഗളഗിരി, പറ്റ്ന, റായ്പൂർ, ഋഷികേശ് എന്നീ എയിംസിൽ BSc നഴ്സിംഗ് ഓണേഴ്സ് പ്രോഗ്രാം നടത്തിയിരുന്നു. ഒരു പ്രവേശന പരീക്ഷ വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. യഥാസമയം അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് 2 ഘട്ടമായി പ്രവേശന പ്രക്രിയയിൽ പങ്കെടുത്ത് പ്രവേശന പരീക്ഷ അഭിമുഖീകരിച്ച് യോഗ്യത നേടി പ്രവേശനത്തിനായി ശ്രമിക്കാവുന്നതാണ്. ദേശീയ തലത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നഴ്സിംഗ് പ്രവേശനം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗർ ഈ സ്ഥാപനത്തിലും നടത്തുന്നുണ്ട്. അവരുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാമുണ്ട്. അത് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം നൽകുന്നത്. അതുകൂടാതെ 2 വർഷത്തെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക് പ്രോഗ്രാമും ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. വളരെ മിതമായ ഫീസിൽ കൂടിയാണ് ഇവിടെ പ്രവേശനം കൊടുക്കുന്നത്. ഓരോ വർഷത്തെ ഫീസിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിലെ ട്യൂഷൻ ഫീസ് വെറും 250 രൂപ മാത്രമായിരുന്നു. ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് BSc നഴ്സിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അവരുടെ വിജ്ഞാപന പ്രകാരം വിദ്യാർത്ഥി അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പ്രവേശന പരീക്ഷ വഴിയാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത്.
കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻസ് 2023 +2 മാർക്ക് അടിസ്ഥാനമാക്കി നടത്തിയിരുന്നു. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഈ പ്രവേശനത്തിന് ആപ്ലിക്കേഷൻസ് വിളിച്ച് അഡ്മിഷൻസ് നൽകുന്നത്. 2024 ഒരു പ്രവേശന പരീക്ഷ വഴിയായിരിക്കും ഈ സ്ഥാപനത്തിലെ കേരളത്തിലെ നഴ്സിംഗ് പ്രവേശനം എന്ന് സർക്കാർ തലത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാത്തിരിക്കാം. അത് വരുമ്പോൾ ഏത് രീതിയിലുള്ള പ്രവേശന പരീക്ഷയായിരിക്കും നടത്തുക എന്ന് വ്യക്തമാകുന്നതാണ്. അപ്പോൾ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന നഴ്സിംഗ് മേഖലയിൽ നിരവധി കോഴ്സുകൾ നമുക്ക് ഡിഗ്രി തലത്തിൽ പഠിക്കുവാൻ ഇന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്.